ഗൈസ് അങ്ങനെ ഇവിടെ നിൽക്കാൻ ഗൈസ് ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഇന്നത്തെ കറി നമുക്ക് ഏതായാലും നമുക്ക് ഒത്തിരി നേരം നിൽക്കാൻ പറ്റും ഇതുണ്ട്. ഹേ ഗൈസ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹേ ഗൈസ്, അപ്പം നമ്മൾ കുറേ നാളെ നമ്മൾ ബ്ലോഗൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പം നിങ്ങളുടെ കാത്തിരിപ്പിന് ഇത് അവസാനം കുറിച്ചുകൊണ്ട് നമ്മളിത് ഒരു ബ്ലോഗായിട്ട് നമ്മൾ വന്നേക്കുവാണ്. ഗൈസ്, അപ്പോൾ ഒരാളും കാത്തിരിക്കില്ലെന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഗൈസ് ഇപ്പോൾ June 8 ആയിട്ടുണ്ട്. ഏകദേശം മഴ ടൈമൊക്കെ ആയി വരുന്നുണ്ട്. ഇവിടുത്തെ സെക്കൻഡ് അല്ലെങ്കിൽ മിനിറ്റ് വിട്ടാണ് ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ ഇതാണെങ്കിൽ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആവും. ചേഞ്ച് പിന്നെ പൂര മഴയായിരിക്കും. പൂര മഴ. അപ്പോൾ ഗൈസ് ഒരു വെള്ള ടൈമൊക്കെ ആയി വരുന്നുണ്ട്. ഇതുണ്ട്, നമ്മുടെ കൽക്കട്ടൊക്കെ മുങ്ങാറായിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെയൊക്കെ ഫുള്ള് ഇച്ചിരി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞുള്ളൂ. ഇതാണോ ഫുള്ള് മീനായിരിക്കും ഇവിടെ, ഫുള്ള് മീനും. അതുമല്ല ഈ ഒരു മാസം, അടുത്ത മാസം ഒരു പകുതിയാകുമ്പോൾ നിങ്ങൾ നോക്കണം, ഇവിടെ നിൽക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ മുട്ടിൻ്റെ മേളിൽ ഇവിടെ വെള്ളം പൊങ്ങും. വേറൊന്നുമില്ല, നമ്മുടെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഏകദേശം വെള്ളത്തിലായി നിൽപ്പുണ്ട്. അപ്പം ഏകദേശം ഇച്ചിരിയൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ പൊങ്ങും. അപ്പം നമ്മൾ അന്ന് നട്ട് പയറും പാവലും കൊണ്ട് നമ്മുടെ പടവലം വളർന്ന് സെറ്റായി നിൽപ്പുണ്ട്. അപ്പം നമ്മൾ അന്ന് 2-3 ഉണ്ടായിരുന്നു. ഇപ്പോൾ വളർന്ന് സെറ്റായി നിൽപ്പുണ്ട്. ഇപ്പോൾ ഏതായാലും പുത്തമ്പുരക്കില് സാറേ പുത്തമ്പുരക്കിലേക്ക് വരും പോലീസുകാർ കേസ്. ഈ പുത്തമ്പുരക്കിലേതാ? പുത്തമ്പുരക്കില് ഏതാ? അത് തന്നെ, വീട്ടുകാരാരാ? പുത്തമ്പുരക്കിലേതായിരുന്നു സാറാണ്ടാ? അതാ കോച്ചിയുടെ വീട്. ഗൈസ്, അപ്പോൾ അവർ പുത്തമ്പുരക്കിൽ അന്വേഷിച്ച് വന്നതാണ്, അല്ല നമ്മളെ അന്വേഷിച്ച് വന്നതല്ല. നമുക്ക് നമ്മുടെ കൃഷി ഏരിയയിലോട്ട് പോയാലോ? അവിടെ ഏകദേശം വെള്ളം കയറി സെറ്റായി കിടക്കുകയാണ്. കാരണം 2 മഴ പെയ്തേ ഉള്ളൂ. നമ്മുടെ കൃഷിത്തോട്ടം എല്ലാം മുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളതവിടെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഫുള്ള് നശിച്ചു പോകത്തുള്ളൂ. നമുക്കായാലും നമ്മുടെ കൃഷിത്തോട്ടിലോട്ട് പോകാം. ഗൈസ്, ഞാൻ പറഞ്ഞില്ല, നമ്മുടെ തോട്ടം ഫുള്ളും 2 മഴ പെയ്തതേ ഉള്ളൂ. ഏകദേശം ഇത്രത്തോളം വെള്ളമായിട്ടുണ്ട്. ഇത്രയും മാത്രമല്ല, ഇവിടെ ഒരു 5-6 എണ്ണം ഉണ്ടായിരുന്നു. അതായത് ഓൾറെഡി ഞാൻ 2-3 എണ്ണം പറിച്ചില്ല. ഇതുണ്ടോ, ഇതൊന്നും ഇനിയിപ്പം വെള്ളം പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ഇതെല്ലാം ഇനിയൊന്നും പൊക്കി വെക്കണം. കാരണം ഓൾറെഡി വെള്ളം കയറിയതുകൊണ്ട് ഇതെല്ലാം ഉണങ്ങി വരും. ഇതുണ്ടോ ഗൈസ്, ഇതേപോലത്തെ ഒരു 6-7 എണ്ണം ഞാൻ പറിച്ചത്. ഇതേപോലത്തെ ഒരു പടവലം 7-8 എണ്ണോളം ഞാൻ പറിച്ചായിരുന്നു ഇതിനകത്തുനിന്ന്. ഇവിടെയുണ്ട്. ഗൈസ്, അങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റില്ല, അതുപോലെ കൊതുക്. ഇതുണ്ടോ, വെള്ളം കയറി കിടക്കുന്നുണ്ട്, കൊതുകാണ് ഗൈസ്. ഇതിനിപ്പോൾ നമുക്ക് ഒരു കല്ല് കെട്ടി തൂക്കണം. അതായത് ഇതിപ്പോൾ മാക്സിമം ഇന്നും കൂടെ മഴ പെയ്ത് ഏകദേശം ഇവിടത്തെ ഇത്രത്തോളമൊക്കെ വെള്ളം പൊങ്ങും. അതായത് നമ്മുടെ മുട്ടിൻ്റെ ഈ ഒരു ഹൈറ്റിൽ ഇവിടെ വെള്ളം പൊങ്ങും. കാരണം ഇവിടെ നമ്മൾ കൃഷി ഇട്ടപ്പോഴേ അമ്മയോട് പറഞ്ഞു, അമ്മ പറഞ്ഞായിരുന്നു, എടാ ഇവിടെ 2 മാസം കൂടെ കഴിഞ്ഞ് വെള്ളം കയറും, അപ്പോഴത്തേക്ക് ഇതെല്ലാം നശിച്ചു പോകുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മളത് കേൾക്കാൻ നിന്നില്ല. നമ്മൾ ഇട്ട് ഇപ്പം വേറെ വഴിയില്ല, നമുക്ക് വേറെ സ്ഥലം കൃഷി ചെയ്യാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മളവിടെ തന്നെ ചെയ്തിപ്പം ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. പക്ഷേ ഇതുണ്ട് ചെറുതുണ്ട്. പക്ഷെ ഇതൊക്കെ ഇനിയും വളരെയോ ഇല്ലയോ എന്ന് അറിയില്ല. കണ്ടോ, ഇതാണ്ട് അവിടെയുണ്ട്. പക്ഷെ ഇതിനകത്തുണ്ടല്ലോ പകുതി സാധനം ഇതുപോലെ കേടായിപ്പോവും. ഇത് ഓൾറെഡി കേടായി. ഇതുണ്ടോ ഗൈസ്, അപ്പോൾ ഇവിടെ നമുക്ക് ഒത്തിരി ആരും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അതുപോലെ കൊതുകാണ്. അപ്പം നമ്മുടെ പടവലം നമുക്ക് പറിക്കാം. ഗൈസ്, ഇത് 2 ദിവസം കഴിയുമ്പോൾ സെറ്റാവും. അപ്പം നമുക്ക് എന്നിട്ട് അത് പറിക്കാം. ഇതും കൂടെ പറിച്ചേക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് 2 പടവലം നമ്മുടെ തോട്ടത്തിന് കിട്ടിയേക്കുവാണ്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ കറി നമ്മുടെ പടവലമായിരിക്കും. നമ്മൾ കൃഷി ചെയ്ത പടവലമായിരിക്കും ഇന്നത്തെ കറി. നമുക്ക് ഏതായാലും ഇവിടെ ഒത്തിരി നേരം നിൽക്കാൻ പറ്റും. ഇതുകൊണ്ട് നല്ല കൊതുകാണ്. നമുക്ക് ഏതായാലും അങ്ങോട്ട് പോകാം, വീട്ടിലോട്ട് പോകാം.
ഗൈസ്, അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ നമുക്ക് 2 പടവലം കിട്ടിയേക്കാണ്. കുറച്ച് വിഷമമുണ്ട്, കാരണം എന്താ വെച്ചാൽ മഴ പെയ്തു അതെല്ലാം നശിച്ചു പോകുന്നതുകൊണ്ട് കുറച്ച് വിഷമമുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം വെള്ളം നമുക്ക് കിട്ടി. ഇതല്ലാണ്ട് കൂടെ ഒരു 5-6 നമ്മൾ 2 ആഴ്ചക്ക് മുന്നേ നമ്മൾ പറിച്ചായിരുന്നു, 6-7 പറിച്ചായിരുന്നു. അപ്പം അതിൻ്റെ ചെറിയ സന്തോഷമുണ്ട്. പിന്നെ ഇന്നത്തെ കറി നമ്മൾ കൃഷി ചെയ്ത പടവല എന്ന് ഓർത്ത് അതിലൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഗൈസ്, ഇതിലും നല്ല നല്ല വീഡിയോസ്, ഇതുപോലത്തെ കുഞ്ഞു വീഡിയോസ്, അതന്നെ കുഞ്ഞു നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ.